അസ്സലാമു ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കറിവേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 10 മിനിറ്റ് കൊണ്ട് റവയും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലോട്ട് റവ ഇട്ട് കൊടുക്കാം. അതും 250 ml കപ്പിന് 2 കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തെ കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ 2 കപ്പ് റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഈ റവ അടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് 2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പ് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അളന്നെടുക്കുക. അപ്പൊ 2 കപ്പ് റവയും 2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് കൈവച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് റവയും തേങ്ങയും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കൈവച്ചത് ഇതുപോലെ മുറുക്കി ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഈ റവയിൽ ഒന്ന് പിടിച്ചു കിട്ടണം നമുക്ക്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ഈർപ്പൊന്നുമില്ലാത്ത ഒരു ജാർ എടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കയുടെ തൊണ്ടെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിന്റെ കുരു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സാധാരണ ഞാൻ ഏലക്ക പൊടിക്കാറുള്ളതും ഇങ്ങനെ തന്നെയാണ്. അടുത്തതായിട്ട് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. അപ്പൊ ചെറിയ ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്താൽ മതി. ഇത് 1/4 സ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലണ്ടിയാണ്. അതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുക്കുക. ഈർപ്പൊന്നും ഇല്ലാത്ത ജാറ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മിക്സ് ചെയ്ത മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പകുതി ആദ്യം ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെ ക്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുക. തേങ്ങയെല്ലാം നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പൊ ബാക്കിയുള്ളതും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബൗളിലോട്ട് മാറ്റാം നമുക്ക്. അപ്പൊ നമ്മുടെ റവയും തേങ്ങയും കപ്പലണ്ടിയും കൂടെ ഉള്ള മിക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കടായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ നെയ്യ് ഒന്ന് ഉരുകി വരണം നമുക്ക്. ഇതാ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ കോരി മാറ്റാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പൊ നമ്മള് കാഷ്യൂവും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പൊ ബാക്കി വന്ന അതേ നെയ്യിൽ തന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച എള്ള് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും എള്ള് എടുക്കുമ്പോൾ കഴുകിയിട്ട് വേണം എടുക്കാൻ. ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ആ എള്ളും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പൊ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഇത് കൊടുത്തു വിടാം. വിദേശത്തൊക്കെ ഉള്ളവർക്കായാലും ഇത് കൊടുത്തു വിടാം. ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കേടൊന്നും ഉണ്ടാവില്ല. 2 കപ്പിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പൊ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തേങ്ങ എന്ന അളവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 കപ്പ് റവയ്ക്കും 1 കപ്പ് തേങ്ങയ്ക്കും 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. അപ്പൊ 2 കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾ അളവിനനുസരിച്ച് മാറ്റം വരുത്തുക. നമ്മളെ പാളയംകുളം പഴം ഉണ്ടല്ലോ, അതും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയും കഴിക്കാം. നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഡിന്നർ ആയിട്ടും ഒക്കെ കുറച്ച് കഴിച്ചാൽ മതി. നമ്മുടെ വയറൊക്കെ വീക്കുകയും ചെയ്യും. ഫ്ലെയിം എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പൊ ഇതിന്റെ പരുവെന്ന് പറഞ്ഞാല് നമ്മൾ തേങ്ങയൊക്കെ വറുക്കുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ, ആ മണം വരും. ആ തേങ്ങ നല്ല മൂത്തേന്റെ ഒരു മണം വരും. അതാണ് ഇതിന്റെ പരുവെന്ന് പറയുന്നത്. ഈ തേങ്ങ നല്ലോണം ഒന്ന് മൂത്ത് ഈ റവയുമായിട്ട് ഒന്ന് മൂത്ത് വരണം നമുക്ക്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് വറുത്ത് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കയും നമ്മളെ ചെറിയ ജീരകവും കൂടി ചേർന്നതാണ്.
ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ റവ വെച്ചിട്ടുള്ള അവലൂസ് പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് വറുത്ത് കൊടുക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ആ ഏലക്കയുടെയും ചെറിയ ജീരകത്തിന്റെ ഒക്കെ ആ നല്ല അടിപൊളി മണം. അതുകൂടാതെ നമ്മൾ തേങ്ങ മൂത്ത് വന്നതിന്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നും, അത്ര നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി കൂടുതൽ അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് പാകം ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പൊടിയാണ് അവലൂസ്, റവ വെച്ചിട്ടുള്ള അവലൂസ് പൊടി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഈ കടായിൽ വെച്ചിരുന്നാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ഒരു പാത്രത്തിലോട്ട് പാറ്റുകയാണ്. അപ്പൊ ഞാൻ എല്ലാം എന്താ ഒരു ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് കറികൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്